അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനത്തിനൊരുങ്ങി സംസ്ഥാനം. PM ശ്രീ വിഷയത്തിൽ CPI എതിർപ്പറിയിച്ചതിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട കാര്യമില്ലെന്ന് MA ബേബി. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി മോജോ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 1.5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് സുരക്ഷിത വീടും യഥാസമയം ഭക്ഷണവും മരുന്നും ഉറപ്പാക്കി അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനത്തിനൊരുങ്ങി സംസ്ഥാനം. കേരളപ്പിറവി ദിനമായ നവംബർ 1 രാവിലെ 9 നിയമസഭയിൽ ചേരുന്ന പ്രത്യേക സമ്മേളനത്തിൽ അതിദരിദ്രരില്ലാത്ത കേരളം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയമായി അവതരിപ്പിക്കും. വൈകിട്ട് 4 ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തും. PM ശ്രീ മുന്നണിയിൽ ചർച്ച ചെയ്യും മുമ്പ് ഒപ്പിടേണ്ട സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും CPI എതിർപ്പറിയിച്ചതിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട കാര്യമില്ലെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി. എല്ലാവർക്കും വ്യക്തത വരുത്തുന്ന രീതിയിലായിരിക്കണമായിരുന്നു നീക്കം. മുന്നണിയിൽ ചർച്ച ചെയ്യാതെ പദ്ധതിയിൽ ഒപ്പുവെച്ചത് ശരിയായില്ലെന്നും MA ബേബി പറഞ്ഞു. രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഐക്യ കേരള പിറവി മുതലുള്ള ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു മുഹൂർത്തമായി അത് മാറുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF സർക്കാരിന്റെ പാവങ്ങളോടുള്ള പക്ഷപാതം ഇത് വെളിവാക്കുന്നു. യൂണിയൻ സർക്കാരിന്റെ കോർപ്പറേറ്റ് പ്രീണന ധനിക പക്ഷപാതപരമായ ഭരണനയങ്ങൾക്കുള്ള ബദലും അതിനോടുള്ള വെല്ലുവിളിയുമാണ് LDF സർക്കാരിന്റെ ഈ നടപടിയെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അമേരിക്കയുമായി അടുത്ത 10 വർഷത്തേക്ക് പ്രതിരോധ സഹകരണം വികസിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യ. ക്വാലാലംപൂരിൽ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സറ്റും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാർ പ്രഖ്യാപിച്ചത്. അഹമ്മദാബാദ് വിമാനാപകടം, ഇന്ത്യ പാക് സംഘർഷം എന്നിവയ്ക്ക് പിന്നാലെയുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ എയർ ഇന്ത്യ 10,000 കോടി രൂപ ധനസഹായം ആവശ്യപ്പെട്ടു. സിംഗപ്പൂർ എയർലൈൻസ്, ടാറ്റ സൺസ് എന്നിവയിൽ നിന്നാണ് എയർ ഇന്ത്യ സഹായം തേടിയതെന്നാണ് റിപ്പോർട്ട്. ജൂണിൽ 240-ലധികം യാത്രക്കാർ മരിച്ച വിമാനാപകടം എയർലൈൻസിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരുന്നു. KPCC ഉൾപ്പെടെയുള്ള കോൺഗ്രസ് സംസ്ഥാന നേതൃയോഗങ്ങൾ നിരന്തരം ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായുള്ള സതീശന്റെ നിസ്സഹകരണത്തിന് പാർട്ടി ഹൈക്കമാൻഡ് താക്കീതും ചെയ്തു. യോഗത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും VD സതീശനും തമ്മിൽ വാക്പോരുമുണ്ടായി. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം മാറ്റിവെച്ചു. നാളെ നടക്കാനിരുന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനമാണ് മാറ്റിയിരിക്കുന്നത്. നവംബർ 1 നിന്ന് നവംബർ 3 മാറ്റിയത്. നവംബർ 3 മണിക്ക് തൃശ്ശൂരിൽ വെച്ചാകും അവാർഡ് പ്രഖ്യാപനം. ജൂറി ചെയർമാന്റെ അസൗകര്യം പരിഗണിച്ചാണ് അവാർഡ് പ്രഖ്യാപനം മാറ്റിയത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണം കവർന്ന കേസിൽ മുരാരി ബാബു റിമാൻഡിൽ. നവംബർ 13 വരെയാണ് റിമാൻഡ് കാലാവധിയുള്ളത്. ഇയാളെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോകും. കേരളപ്പിറവി ദിനത്തിൽ ഉപഭോക്താക്കൾക്ക് കൈനിറയെ ഓഫറുകളുമായി സപ്ലൈകോയുടെ 50ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഉപഭോക്താക്കൾക്ക് വലിയ വിലക്കുറവും വമ്പൻ ഓഫറുകളും നൽകുന്നത്. നാളെ മുതൽ 50 ദിവസത്തേക്കാണ് ഓഫറുകൾ ലഭിക്കുക. പ്രതിമാസം കാർഡ് ഒന്നിന് നിലവിൽ 319 രൂപ നിരക്കിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ ലഭ്യമാകുന്ന 1 ലിറ്റർ വെളിച്ചെണ്ണ 2 ലിറ്ററായി വർദ്ധിപ്പിക്കും. സബ്സിഡി ഇതര ശബരി വെളിച്ചെണ്ണ 359 രൂപയ്ക്കും കേര വെളിച്ചെണ്ണ 429 രൂപയ്ക്കും ഇനി മുതൽ ലഭ്യമാകും. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി താരവും ഇന്ത്യൻ ഹോക്കി ടീമിന്റെ മുൻ ഗോൾ കീപ്പറുമായ മാനുവൽ ഫെഡറിക് അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ബംഗളൂരുവിലെ ഹെബ്രാൽ ആസ്റ്റർ CMI ആശുപത്രി ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോളണ്ടിനെ തോൽപ്പിച്ച് വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറായിരുന്നു മാനുവൽ ഫെഡറിക്. ജനേക ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ എന്നിവ സന്ദർശിക്കുക.